പൊന്നാരിക്കാരനായ ഉറുമ്പുശ്ശേരി പറഞ്ഞത്, മനുഷ്യന്റെ ഉള്ളിൽ നന്മയും സ്നേഹവും ഉണ്ടാകുമ്പോൾ അത് മുഖത്ത് പ്രതിഫലിക്കും. നന്മയും സ്നേഹമുള്ള ആളുകളുടെ മുഖത്ത് നോക്കിയാൽ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് സൗന്ദര്യം, അല്ലെ? വെറുപ്പും തിന്മയും പ്രചരിപ്പിക്കുന്നവരുടെ മുഖത്ത് നോക്കിയാൽ ആ വെളിച്ചം ഉണ്ടാവില്ല. ഇരുണ്ട മുഖമായിരുന്നു. അതാണ് അസൗന്ദര്യം. ഇത് പഠിപ്പിച്ചതാണ് പൊന്നാനിയുടെ സംസ്കാരം. ജാതിയല്ല, മതമല്ല, വർണ്ണമല്ല, വർഗമല്ല, മനുഷ്യത്വമാണ് സൗന്ദര്യം. അതിനാണ് സാഹിത്യം. അപ്പൊ സാഹിത്യം വിഭാഗീയതകൾക്ക് അതീതമാണ്. വിഭാഗീയതയോ വർഗീയതയോ സാഹിത്യത്തെ ഒരു കാലത്തും തൊട്ട് തീണ്ടിയിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ അത് സാഹിത്യത്തിൽ നിലനിൽക്കില്ല. അതാണ് സവിശേഷത. വിഭാഗീയതയും വർഗീയതയും ജാതിയുടെയും മതത്തിന്റെയും പേരുള്ള ഉൾപ്പോരുകൾ ഒക്കെ കൊണ്ട് ആലോചിച്ച് നോക്കൂ. ഈ വിഭാഗീയതയും വർഗീയതയൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ മരിച്ചു പോകും, അല്ലെ? എല്ലാവരും മരിച്ചു പോകും. പക്ഷെ അവർക്ക് ശേഷം വരുന്ന കുട്ടികൾ ഈ വിഷം വിതച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നോക്കൂ, 46-ലും 47-ലും ഒക്കെ നടന്ന വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ഇതുവരെയും പരിഹരിക്കാതെ ലക്ഷക്കണക്കായ കുട്ടികൾ കിടഞ്ഞു മരിക്കുന്നത്. ആ കുട്ടികൾ എന്തെങ്കിലും തെറ്റിയിരുത്തല്ല. പണ്ട് നൂറ്റാണ്ടിൽ ആരോ വിതച്ചിട്ട വർഗീയതയുടെയും വിഭാഗീയതയുടെയും വംശീയതയുടെയും വിത്തുകൾ കിടഞ്ഞു പോഞ്ഞാണ് ഈ ഒന്നും അറിയാത്ത കുട്ടികൾ കിടഞ്ഞു മരിക്കുന്നത്. നമ്മുടെ നാടും അങ്ങനെ ആവരുത് എന്നൊരു പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇപ്പൊ അതും പ്രയാസമുള്ള കാലമാണ്. ഇത് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അല്ലാതെ നമുക്കാർക്കും ഒരു മതത്തോടോ ഒരു വിഭാഗത്തോടോ ഒരു മനുഷ്യനോടോ വിദ്വേഷം എന്നൊരു സാധനം ജീവിതത്തിലില്ല. കാരണം സാഹിത്യകാരന് വിദ്വേഷം സാധ്യമല്ല. സാഹിത്യത്തിൽ എന്തേ ഉള്ളൂ? സ്നേഹമേ ഉള്ളൂ. സ്നേഹമാണ് സാഹിത്യം.